നർമ്മത്തെ വിമർശനത്തിനുള്ള ആയുധമായി സ്വീകരിച്ച നിരവധി നേതാക്കൾ രാജ്യസഭയിലും ലോകസഭയിലും ഉണ്ടായിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിനെ പോലുള്ള നേതാക്കൾ ദേശീയ തലത്തിൽ ഇതിന്റെ നേതൃനിരയിലുണ്ടായിരുന്നവരാണ്. എന്നാൽ കുറച്ചു കാലമായി അത്തരം നേതാക്കളെ അധികം കാണാറില്ലായിരുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ വിഷയങ്ങളെ നർമ്മത്തിലൂടെ നേരിടുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണെന്നുള്ളതും അതിനൊരു കാരണമാണ്. പകയും വിദ്വേഷവും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പ്രതിരോധങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാകും. അവിടെ നർമ്മം ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ രാജ്യസഭയിൽ ശിവസേനയുടെ സഞ്ജീവ് റാവത്ത് വിമർശനങ്ങളെ വളരെ രസകരമായി അതിന്റെ ഗൗരവം കുറയാതെ കൊള്ളേണ്ടിടത്ത് കൊള്ളിക്കുന്ന ആളാണ്. ഇന്ത്യ മുന്നണി പക്ഷത്ത് നിൽക്കുന്ന അദ്ദേഹം മഹാരാഷ്ട്രയെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമാണ്. NCP ശിവസേന സഖ്യം ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിച്ചതുപോലെ മുന്നേറാൻ കഴിഞ്ഞില്ല. എങ്കിലും ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചയിൽ കാച്ചിക്കുറുക്കിയ നർമ്മത്തിൽ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചു. ആകെ അനുവദിച്ച 3 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് 75 കൊല്ലത്തെ കാര്യങ്ങൾ പറയുന്നതെന്ന് സ്പീക്കറോട് രസകരമായി പരിഭവം പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. കുറുക്കി കൊള്ളിക്കുന്നതായിരുന്നു ഭരണപക്ഷത്തിന് നേരെയുള്ള അദ്ദേഹത്തിന്റെ ഓരോ പരിഹാസവും. എന്തായാലും ഭരണഘടനയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 5 മിനിറ്റ് മുമ്പ് ആരൊക്കെയോ ചോർ ചോർ എന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. ആരാണ് കള്ളൻ, ആരാണ് കൊള്ളക്കാരൻ, ആരെന്നൊന്നും അന്വേഷിക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. പക്ഷേ ഒരു കാര്യം എനിക്കുറപ്പാണ്, ഇവിടുത്തെ കള്ളനും കൊള്ളക്കാരനുമെല്ലാം ഇവിടുത്തെ ഭരണം കൈയാളുന്നവർ തന്നെയാണ്. മാത്രമല്ല, അവർ സാധാരണ മോഷ്ടാക്കളല്ല. സ്വാതന്ത്ര്യസമര ചരിത്രത്തെ പോലും കൊള്ളയടിച്ച് സ്വന്തമാക്കുന്ന ഒരു പ്രത്യേകതരം മോഷ്ടാക്കളാണെന്ന് അദ്ദേഹം ഭരണപക്ഷത്തെ കളിയാക്കി. ഇവർ പറയുന്നതനുസരിച്ച് ഇവർ ബ്രിട്ടീഷുകാരുടെ സമ്പത്ത് കൊള്ളയടിച്ച് മഹാരാഷ്ട്രയിലും ചമ്പയിലും സ്വാതന്ത്ര്യസമരം നയിക്കുന്നതിനായി കൊണ്ടുകൊടുത്തിരുന്നുവെന്ന് തോന്നും. ഇവർ സ്വാതന്ത്ര്യസമരത്തിന്റെ ഒരു മുന്നണിയിലും ഉണ്ടായിരുന്നില്ല, പോട്ടെ പിന്നണിയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ നർമ്മത്തിലൂടെ പറഞ്ഞു. ഇപ്പോ എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട് ഭരണഘടനയെക്കുറിച്ചുള്ള ഈ BJP സംഘപരിവാറിനുള്ള താല്പര്യം കാണുമ്പോൾ. ഭരണഘടനയോട് ഇവർക്കുള്ള പ്രേമം കാണുമ്പോൾ ഭരണഘടനയ്ക്ക് വലിയൊരു ആപത്ത് വരാൻ പോകുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഏതു കാര്യത്തിനാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, ഏത് കാര്യത്തോട് കൂടുതൽ ഇഷ്ടം കാണിക്കുന്നുവോ അതോടെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. തമാശയോടെ ആണെങ്കിലും BJP ഭരണത്തിന് കീഴിൽ ഭരണഘടന നേരിടുന്ന ഭീഷണിയെ സംബന്ധിച്ച തന്റെ ഭയവും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഭരണഘടനയുടെ ഇതുവരെയുള്ള മഹത്തായ യാത്രയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ സത്യം എന്തെന്നാൽ ആ യാത്ര 2014 അവസാനിച്ചു എന്നതാണ്. ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട കാര്യം, ചാർ സൗപാറിന്റെ നിരാശ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് ഇന്നത്തെ ചർച്ചാ വിഷയം എന്തുകൊണ്ട് ഈ ഭരണഘടനയെ മാറ്റിക്കൂടാ എന്നതായിരുന്നേനെ. 2024 തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിതായിരുന്നില്ല NDAയുടെ സാഹചര്യം. കേവല ഭൂരിപക്ഷ സീറ്റ് എന്നതിലേക്ക് അവർ എത്തിയിരുന്നെങ്കിലും ഇന്നത്തെ ചർച്ച എന്തുകൊണ്ട് ഭരണഘടനയെ മാറ്റിക്കൂടാ എന്നതായിരുന്നേനെ. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നിങ്ങനെയാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്. എന്നാൽ ഇന്ത്യ എന്ന വാക്ക് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ കേൾക്കുന്നില്ല. പകരം മോദിയുടെ ജനങ്ങൾ എന്നാണ് കേൾക്കുന്നത്. ഇന്ത്യ എന്ന വാക്ക് അപ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ആകുലപ്പെട്ടു. തനിക്ക് കിട്ടിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിക്ക് കൂടി കുറുക്കി കൊള്ളിക്കാൻ അദ്ദേഹം മറന്നില്ല. നമ്മൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടു. കിടില മറുപടിയായിരുന്നു. അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്നത് കേട്ട് കോരിത്തരിച്ചുപോയി. അഴിമതിക്ക് മുന്നിൽ സീറോ ടോളറൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അഴിമതിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ടത് വലുതായിക്കൊള്ളും. നമ്മുടെ പ്രധാനമന്ത്രി വളരെ മധുരമായി സംസാരിക്കാൻ അറിയുന്ന ആളാണ്. എന്നാൽ ആ മധുരവാക്കിൽ വീഴുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, മയിലിന്റെ നൃത്തം നല്ലതാണ്. അത് കാണുന്നതിലും അതിന്റെ ഭംഗി ആസ്വദിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ അത് നോക്കി നിന്ന് പിന്നാലെ വരുന്ന മഴയും കൂടി കൊള്ളേണ്ടതുണ്ടോ? അനുവദിച്ച സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെ പ്രതിഷേധത്തിന്റെ പൂർണ്ണ ശക്തിയിൽ നർമ്മത്തിന്റെ ശൈലിയിൽ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് സഞ്ജയ് കാണിച്ചു തന്നു. നമ്മുടെ ഭരണഘടന വളരെ മികച്ചൊരു ജീവിതമാണ് നമുക്ക് നൽകിയത്. അത് ജാതിക്കും മതത്തിനുമപ്പുറം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും ഒന്നാക്കി നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭരണഘടനയിൽ അഭിമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.